ഇനി വരാൻ പോകുന്ന വീക്കിലി എക്സാമിന് മാർക്ക് കുറയും, മറ്റേ തൊട്ട് പഠിച്ചെടുക്കാനും പറ്റത്തില്ല. ഒരു ബുധനാഴ്ച വ്യാഴാഴ്ച വരെ നിങ്ങൾ ചിലപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സും ഹൈഡ്രോകാർബൺസും പഠിക്കും. പക്ഷേ വ്യാഴാഴ്ച ആകുമ്പോൾ മുതൽ ടെൻഷൻ അടിക്കാൻ തുടങ്ങും. കാരണം പിന്നെ വെള്ളി ശനി ഞായർ മാത്രമേ ഉള്ളൂ വീക്കിലി എക്സാമിൻ്റെ ടോപ്പിക്സ് പഠിക്കാനായിട്ട്. ആ ഒരു പ്രശ്നം ഗ്രാജുവലി മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട്, ചേച്ചി ഞാൻ സ്റ്റേറ്റ് സിലബസ് ആയതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് കാൽക്കുലേഷൻ സ്പീഡ് കിട്ടുന്നില്ല. പിന്നീട് ഇത് നിങ്ങളുടെ ഇപ്പോൾ എല്ലാവരും പറയും നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ 1 മിനിറ്റേ കിട്ടത്തുള്ളൂ. ശരിക്കും അങ്ങനെയല്ല. നമ്മൾ ഈ ബയോളജി ഉണ്ടല്ലോ, ബയോളജി ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും എന്ന് പറയുന്നത് സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ടൈം മാനേജ്മെൻറ്റിനെ പറ്റിയിട്ടും പിന്നെ നമ്മുടെ സൊല്യൂഷൻസ് നോക്കി ചെയ്യുന്നതിനെ പറ്റിയിട്ടും ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോടാ, നമ്മൾ അങ്ങനെ ചെയ്യരുത്. അതായത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് അതിൻ്റെ ആൻസർ ശരിയാണോ എന്ന് നോക്കി, തെറ്റാണെങ്കിൽ അത് കറക്റ്റ് ചെയ്തിട്ട് വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് ആൻസർ ചെക്ക് ചെയ്ത് അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒത്തിരി സമയം പോവുകയും ചെയ്യും. ചെറുതായിട്ടൊന്ന് കിട്ടാതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ സൊല്യൂഷൻ നോക്കാനായിട്ടൊരു ടെൻഡൻസി വരും. മനസ്സിലായോ? ഇപ്പം നിങ്ങൾക്ക് എപ്പോഴും കുറേ പേര് എനിക്ക് മെസ്സേജ് ഇട്ടിട്ട് പറയുന്നുണ്ട്, ചേച്ചി സൊല്യൂഷൻസ് നോക്കാനായിട്ട് എപ്പോഴും ഒരു ടെൻഡൻസി വരുന്നുണ്ട്, സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, എത്ര ചെയ്തിട്ടും ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണം ഇതാണടാ, നമ്മൾ പെട്ടെന്ന് ഇപ്പം സൊല്യൂഷൻസ് നോക്കി, അതായത് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് അതിൻ്റെ സൊല്യൂഷൻ എടുത്ത് നോക്കി വീണ്ടും അത് തെറ്റാണെങ്കിൽ ശരിയാക്കി വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പം നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ എടുക്കുവാണ്, ജസ്റ്റ് ചെറുതായിട്ടൊരു ഇത്തിരി കിട്ടാതായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ സൊല്യൂഷൻ നോക്കാനായിട്ടൊരു ഇത് വരും. അപ്പോൾ അത് അതിൻ്റെ പ്രശ്നം കൊണ്ടാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നിങ്ങൾ ഇതുപോലെ ഏതെങ്കിലും ഒരു പേപ്പർ എടുത്തിട്ട്, ഇതെൻ്റെ ഒരു കുഞ്ഞു ബുക്കാണ് ഏടാ, ഇതിനകത്തിൽ 1 to 20 മുതൽ നമ്പർ ഇടുക. അതായത് ഞാൻ നിങ്ങളോട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ മിററിംഗ് ആണ്. അതായത് 1 to 20 വരെ നമ്പർ ഇട്ടിട്ട് ഇപ്പം 1 നിങ്ങൾക്ക് കിട്ടിയ ആൻസർ എ ആണെങ്കിൽ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് എ എന്ന് എഴുതുക, 2 ബി ആണെങ്കിൽ 2ന് കറസ്പോണ്ടിങ് ആയിട്ട് ബി എന്ന് എഴുതുക, അപ്പം 3 അങ്ങനെ എഴുതുക. പിന്നെ ഇപ്പോൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്നില്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ റൗണ്ട് ചെയ്ത് വെച്ചിട്ട് ബാക്കി അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് ഈ 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഏകദേശം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ആ കിട്ടാത്ത ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നോക്കണം. എന്നിട്ട് വേണം സൊല്യൂഷൻസ് നോക്കാൻ. അതായത് നമുക്ക് 1A ആണോ നോക്കി അത് കറക്റ്റ് ചെയ്ത് 2B 3C അങ്ങനെ പോവാം. മനസ്സിലായോ? അപ്പോൾ തന്നെ നമുക്ക് അതേ പാറ്റേണിലൊരു ക്വസ്റ്റ്യൻ വന്നാലും ഇത്തിരി ചിന്തിച്ചെടുക്കാൻ വന്നാലും നമുക്കത് ചിന്തിച്ച് ചെയ്യാനായിട്ടുള്ളൊരു ഇത് കിട്ടും. അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ശരിക്കും ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്ത് പഠിക്കേണ്ടത്. കാരണം ഇതാകുമ്പോഴത്തേക്ക് ഇതിനും കൂടെ സമയം കുറച്ചേ എടുക്കത്തുള്ളൂ. നമ്മുടെ ബ്രെയിൻ ഇതിനും കൂടെ വർക്ക് ചെയ്യും. ഇതിനും കൂടെ മറ്റേ ഒരു രീതിയിനെക്കാട്ടിൽ നന്നായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം ഗ്രാജുവലി മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട്, ചേച്ചി ഞാൻ സ്റ്റേറ്റ് സിലബസ് ആയതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് കാൽക്കുലേഷൻ സ്പീഡ് കിട്ടുന്നില്ല. പിന്നീട് ഇത് നിങ്ങളുടെ ആ ഒരു മനസ്സിനകത്തുള്ളൊരു ഫീലിംഗ് ആണ്, ഞാൻ സ്റ്റേറ്റ് സിലബസ് ആയതുകൊണ്ടാണ് എനിക്ക് ഈ പ്രശ്നങ്ങളെന്നൊക്കെ. അങ്ങനെ ഒന്നുമില്ല. CBSE-കാർക്ക് ഇതിലും മോശം അവസ്ഥയാണ്. അങ്ങനെയല്ല, രണ്ടുപേരും കണക്കാണ്. കാരണം CBSE പഠിക്കുന്ന പിള്ളേരും എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് 11th ബോർഡ് എക്സാം ഇല്ലല്ലോ. അന്നേരത്തേക്ക് അവർ 11th പോർഷൻസ് അത്ര നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കത്തില്ല. അവർക്ക് 12th മാത്രമല്ലേ ഉള്ളൂ ബോർഡ് എക്സാം വരുന്നത്. അപ്പോൾ 11th ചാപ്റ്റേഴ്സ് ഒക്കെ ഇവർക്ക് ഒട്ടുമിക്കവാറും ഉള്ള ആളുകൾക്ക് പോക്കായിരിക്കും. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അവർക്കും കാൽക്കുലേഷൻ സ്പീഡൊക്കെ അവർക്ക് ചിലപ്പോൾ ഇത്തിരി കൂടെ കാണും. കാരണം അവർ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാതാണെന്ന് തോന്നുന്നു എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. എന്നാലും വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് 11th പിന്നെ നിങ്ങൾ എക്സാമെങ്കിലും അറ്റൻഡ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ട്, അവരതുമില്ല. അപ്പോൾ അങ്ങനെ വിചാരിക്കേണ്ട, എല്ലാവർക്കും ഒരുപോലൊക്കെ തന്നെയാണ്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നമുക്കറിയാം നമുക്ക് നീറ്റിൻ്റെ എക്സാം എന്ന് പറയുന്നത് 3 മണിക്കൂർ 20 മിനിറ്റാണ്. അതായത് മൊത്തത്തിൽ 200 മിനിറ്റാണ്. 200 ക്വസ്റ്റ്യൻസും ഉണ്ട്. 200 ക്വസ്റ്റ്യൻസിനകത്തിൽ 50 ക്വസ്റ്റ്യൻ ഫിസിക്സ് ആണ്, 50 ക്വസ്റ്റ്യൻ കെമിസ്ട്രി ആണ്, ബാക്കി 100 ക്വസ്റ്റ്യൻ ബയോളജിയാണ്. ഇപ്പോൾ എല്ലാവരും പറയും നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ 1 മിനിറ്റേ കിട്ടത്തുള്ളൂ. ശരിക്കും അങ്ങനെയല്ല. നമ്മൾ ഈ ബയോളജി ഉണ്ടല്ലോ, ബയോളജി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിയിൽ സ്പീഡിൽ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടും കൂടെ നിങ്ങൾ ഈ കോച്ചിങ് പ്രയോജനപ്പെടുത്താൻ നോക്കുക. ബയോളജി ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക, നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ഫാസ്റ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതിൽ 100 ക്വസ്റ്റ്യൻ ബയോളജിയാണേ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ 100 മിനിറ്റ് ഒന്നും എടുക്കത്തില്ല ബയോളജി ചെയ്യാൻ. നിങ്ങൾ അത്യാവശ്യം നല്ലൊരു പ്രാക്ടീസ് ചെയ്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് 50 മിനിറ്റിനുള്ളിൽ ബയോളജി ചെയ്യാൻ പറ്റും. പിന്നെ ഇത്തിരി സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാലേ ഇത്തിരി കൂടെ സമയം എടുക്കത്തുള്ളൂ. മനസ്സിലായോ? ഈ സേവ് ചെയ്യുന്ന 50 മിനിറ്റ് നിങ്ങൾക്ക് ഫിസിക്സിനും കെമിസ്ട്രിക്കും യൂസ് ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ കെമിസ്ട്രിയിൽ ഭൂരിഭാഗം, അതായത് ഇക്വേഷൻസ് വെച്ച് ചെയ്യുന്നതിനേക്കാട്ടിലും കൂടുതൽ ഇത്തിരി കൂടെ തിയറി ഓറിയൻറ്റഡ് ആയിരിക്കും. ഓർഗാനിക് എല്ലാം ആണെങ്കിലും ഡയറക്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്നും കൂടെ കുറച്ച് സമയം സേവ് ചെയ്താൽ ഫിസിക്സിന് അത്യാവശ്യം നിങ്ങൾ വിചാരിക്കുന്നതിനെക്കാട്ടി കൂടുതൽ, അതായത് 50 മിനിറ്റിന് പുറമെ അത്യാവശ്യം നല്ല രീതിയിൽ സമയം കിട്ടും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ 1 മിനിറ്റേ ഉള്ളൂ, അങ്ങനത്തെ രീതിയിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഒരു ക്വസ്റ്റ്യൻ 1 മിനിറ്റ് ഒന്നും അല്ല ഫിസിക്സിന് നിങ്ങൾക്ക് കിട്ടുന്നത്. അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോളജി പരമാവധി സ്പീഡിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. പിന്നെ അനാവശ്യമായിട്ടുള്ള ടെൻഷൻസ് ഒന്നും വലിച്ചെടുത്ത് വെക്കേണ്ട. നിങ്ങൾക്കിപ്പോൾ നാളെ അല്ലല്ലോ നീറ്റ് എക്സാം, അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞിട്ടല്ല, ഒരാഴ്ച കഴിഞ്ഞിട്ടല്ല,
5 മാസം കഴിഞ്ഞിട്ടും അല്ല, 10 മാസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു രീതി എടുത്താൽ മതി. ഇപ്പോൾ അഥവാ പിന്നെ എനിക്ക് വേറെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കൊച്ചെനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് അവൾക്ക് കുറച്ച് ക്ലാസ്സസ് ഒക്കെ മിസ്സായി, അന്നേരം ഒന്നോ രണ്ട് വീക്ക്ലി എക്സാം മിസ്സായി. അപ്പോൾ അതുകൊണ്ട് അടുത്ത ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിലല്ലേ ഈ ചാപ്റ്റേഴ്സും കൂടെ കവർ ചെയ്തിട്ട് കയറി വരാൻ പറ്റത്തുള്ളൂ. അവൾ സൈലത്തിലെ ധീര ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ധീര ബാച്ച് 1 സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ അവൾക്ക് കുറച്ച് ചാപ്റ്റേഴ്സ് ഒക്കെ മിസ്സായി, വയ്യാത്തത് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് കുറച്ച് ചാപ്റ്റേഴ്സൊക്കെ മിസ്സായിപ്പോയി. അപ്പോൾ അവൾ അതുകൊണ്ട് ധീര ബാച്ച് 2 ജോയിൻ ചെയ്യുവാണ്. അതായത് അത് ജൂലൈയിൽ എന്തോ തുടങ്ങത്തുള്ളൂ. അതായത് അതെന്ന് പറയുമ്പോഴത്തേക്ക് തുടക്കം മുതൽ പോർഷൻസ് കിട്ടുമല്ലോ എന്നുള്ളത് കൊണ്ട്. എടാ അത് ഓക്കെയാണ്, ഇപ്പം നമുക്കത് കിട്ടിയില്ല, അങ്ങനെ ജോയിൻ ചെയ്യാം. പക്ഷെ അങ്ങനെ പറ്റാത്തൊരവസ്ഥ വന്നാലോ? ഇപ്പം ഞാൻ പറയാം, നിങ്ങൾക്കിപ്പോൾ വീക്കിലി എക്സാമിന് ഇലക്ട്രോസ്റ്റാറ്റിക്സോ ഹൈഡ്രോ കാർബണോ മോർഫോളജിയോ ആണെന്ന് വെച്ചോ. നിങ്ങൾക്ക് അതിൽ ചിലപ്പോൾ എന്തെങ്കിലും പനിയോ കാരണങ്ങളോ കൊണ്ടിട്ട് നിങ്ങൾ വീക്കിലി എക്സാം എഴുതി, എന്നാലും ഈ ഒരു 3 ചാപ്റ്റേഴ്സിൽ ചിലപ്പം മോർഫോളജി മാത്രമേ പഠിച്ചിട്ടുള്ളൂ, ഇലക്ട്രോസ്റ്റാറ്റിക്സും ഹൈഡ്രോ കാർബൺസും നിങ്ങൾ പഠിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഇപ്പം മൺഡേ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മൺഡേ മുതൽ അടുത്ത മൺഡേ വരെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് അടുത്ത വീക്കിലി എക്സാമിൻ്റെ ടോപ്പിക്സ് ആണ്. അപ്പോൾ ചിലവർ കാണിക്കുന്ന മണ്ടത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഹൈഡ്രോ കാർബൺസും ഇലക്ട്രോസ്റ്റാറ്റിക്സും എനിക്ക് പഠിക്കാൻ പറ്റിയില്ല, അപ്പം ഈ ഒരു വീക്ക്, അതായത് അടുത്ത വീക്കിലി എക്സാമിൻ്റെ ടോപ്പിക്സ് പഠിക്കേണ്ടതിൻ്റെ കൂടെ ഇവർ ഇതും കൂടെ കയറ്റി പഠിക്കും. മനസ്സിലായോ? അപ്പോൾ ശരിക്കും പറ്റാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന വീക്കിലി എക്സാമിന് മാർക്ക് കുറയും, മറ്റേ തൊട്ട് പഠിച്ചെടുക്കാനും പറ്റത്തില്ല. ഒരു വ്യാഴാഴ്ച വരെ നിങ്ങൾ ചിലപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സും ഹൈഡ്രോ കാർബൺസും പഠിക്കും. പക്ഷേ വ്യാഴാഴ്ച ആകുമ്പോൾ മുതൽ ടെൻഷൻ അടിക്കാൻ തുടങ്ങും. കാരണം പിന്നെ വെള്ളി ശനി ഞായർ മാത്രമേ ഉള്ളൂ വീക്കിലി എക്സാമിൻ്റെ ടോപ്പിക്സ് പഠിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്നത് നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെച്ച് അങ്ങ് വിട്ടേക്കാം. നമുക്കത് മോഡൽ എക്സാമിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഇപ്പോൾ ഓണം മോഡലോ പൂജാ മോഡലോ ഒക്കെ വരുമ്പോൾ കവർ ചെയ്യാം. നമ്മളിപ്പം പിന്നോട്ട് പോയതിനും കൂടെ വലിച്ച് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇത് പറ്റത്തില്ല. കാരണം അത്യാവശ്യം ഒരു ലോങ് റണ്ണാണ്. നമുക്ക് ഓരോ വീക്കിലി എക്സാമിനും നല്ല രീതിയിൽ പഠിച്ച് എഴുതാൻ പറ്റത്തുള്ളൂ. ആ ഒരു വീക്കിലി എക്സാമിന് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ആഴ്ച അടുത്ത ആഴ്ചത്തെയും കൂടെ കോൺഫിഡൻസ് പോകും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നതിൻ്റെ പിന്നാലെ പോവാതെ ഇനി മുന്നോട്ടുള്ളത് ഫോക്കസ് ചെയ്യാനേ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുക. മറ്റേ രീതിയിൽ ഒരിക്കലും ചെയ്യരുത്. നമുക്കിത് എന്തായാലും റിവിഷൻ ചെയ്യാൻ മോഡൽ എക്സാമിൻ്റെ സമയത്തൊക്കെ സമയം കിട്ടും. പിന്നെ ഏകദേശം ഒരു ചെറിയ, അത്രയ്ക്ക് അങ്ങ് റെഗുലായിട്ട് വരുന്നെങ്കിൽ ഒരു ചെറിയ ഐഡിയ ഉണ്ടാക്കി പോവുക. അല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് അത് കിടന്ന് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ആകെ ഒരാഴ്ച സമയമുള്ളൂ മറ്റേ 3 ചാപ്റ്ററും കൂടെ പഠിക്കാനായിട്ട്. അന്നേരം ഇതും പോവും അതും പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഈ ടെൻഷൻ ഒഴിവാക്കി നിൽക്കാൻ നോക്കുക. എടാ, അനാവശ്യമായിട്ട് ടെൻഷൻ എടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകത്തേ ഉള്ളൂ. നമുക്ക് ചിലപ്പോൾ തുടക്കത്തിൽ തന്നെ ആ ഒരു കോൺഫിഡൻസ് പോകും, എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ പിന്നെ പോയി. പിന്നെ നമ്മൾ ഉഴപ്പാൻ തുടങ്ങും. 1 ചാപ്റ്ററും 2 ചാപ്റ്ററും പോയതിൻ്റെ സ്ഥാനത്ത് 10-20 ചാപ്റ്റേഴ്സ് നമ്മുടെ കയ്യിൽ നിന്ന് പോകാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു രീതിയിൽ ടെൻഷൻ അടിക്കുകയും വേണ്ട. ചിലപ്പോൾ നിങ്ങളുടെ റൂംമേറ്റിൽ നല്ല മാർക്ക് കാണും, നിങ്ങളത് മൈൻഡ് ചെയ്യേണ്ട. അത് ചിലപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിലും പോസിറ്റീവ് ആണ്. അതിനെങ്ങനെയാണ് മാർക്ക് കിട്ടുന്നതെന്ന് വേണമെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക. ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്നതിനകത്തുള്ള എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ടാണോ, അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ടോപ്പിക്കിൽ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. അത്യാവശ്യം എല്ലാ പോർഷൻസും കവർ ചെയ്ത് പോകാൻ നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മോഷൻ്റെ സ്ട്രൈറ്റ് ലൈൻ ആണെങ്കിൽ എക്സാമെങ്കിൽ വേറെ ഏതെങ്കിലും ബാച്ചിന് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് മേടിച്ച് വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു പാറ്റേൺ മനസ്സിലാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അനാവശ്യമായിട്ട് ടെൻഷൻ എടുത്ത് വെക്കാതിരിക്കുക. കൂളായിട്ട് പോവുക. എന്തായാലും നമുക്ക് ഇന്നോ നാളെ അല്ലെങ്കിൽ മറ്റന്നാളോ ഒന്നും അല്ലല്ലോ ഇവിടെ എക്സാം. അത്യാവശ്യം ഒത്തിരി സമയമുണ്ട്. അപ്പോൾ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യുക. എനിക്ക് ഒത്തിരി പേരൻസ് ഒക്കെ മെസ്സേജ് ചെയ്യുന്നുണ്ട്. അതിന് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. കുറച്ച് ദിവസത്തിന് മുന്നേ എനിക്കൊരു ആൻറ്റി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് ആൻറ്റിക്ക് നീറ്റിനെ പറ്റിയും കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് മോളിങ്ങനെ ഈ വീക്കെൻഡിലൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് പറഞ്ഞു കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ ഈ ഓരോ ടെൻഷൻസ് വിളിച്ച് പറഞ്ഞ് നിങ്ങളുടെ പേരൻസിനെയും കൂടെ പ്രഷർ ഇതാക്കരുത്. മനസ്സിലായോ? എന്നുവെച്ചാൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരോട് പറയണം. പക്ഷേ നിങ്ങൾ ഈ വലുതായിട്ട് നമ്മൾ അനാവശ്യമായിട്ട് ടെൻഷൻ എടുത്ത് വെക്കുന്നതുകൊണ്ടാണ് നമുക്ക് അവർക്കും കൂടെ ടെൻഷൻ കൊടുക്കാനായിട്ടുള്ളൊരു ടെൻഡൻസി വരുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യുക. ഇതിനൊക്കെ ഒരു ഗെയിം സ്പിരിറ്റ് എന്നുള്ള രീതിയിൽ എടുക്കുക. നമുക്കത് ഗ്രാജുവലി ശരിയാവും. പിന്നെ ബയോളജി പരമാവധി ഇപ്പം തന്നെ നിങ്ങൾ നെഗറ്റീവ് കുറച്ച്, അതായത് അത്യാവശ്യം നന്നായിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്തിട്ട് ശീലിക്കുക. അല്ലെങ്കിൽ ആ ഒരു മണ്ടത്തരം നമ്മൾ ഫൈനൽ നീറ്റിനും കൊണ്ടേ കാണിക്കും. ഇപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യാനുള്ള സമയമാണ്. പരമാവധി നെഗറ്റീവ്സ് കുറച്ച് അറ്റൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ബയോളജി അത്യാവശ്യം പരമാവധി സ്പീഡിൽ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ നമുക്ക് ബയോളജിയിൽ നിന്ന് സേവ് ചെയ്യുന്ന സമയം മാത്രമേ ഫിസിക്സിനും കെമിസ്ട്രിക്കും അഡീഷണൽ ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഫിസിക്സിന് നിങ്ങൾക്കറിയാലോ, ബയോളജി പോലെ അത്ര സിമ്പിൾ ടാസ്ക് അല്ല. അപ്പോൾ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനാണുള്ളത്. കാൽക്കുലേഷൻ സ്പീഡ് വേണം. ആ ഒരു എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയയും കൂടെ നമുക്ക് വേണം. അപ്പോൾ അതിനൊക്കെ കുറച്ച് സമയം കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ ബയോളജി പരമാവധി ഇപ്പം തന്നെ ഒത്തിരി സ്പീഡിൽ അറ്റൻഡ് ചെയ്ത് ശ്രമിക്കുക. അപ്പോൾ കൂളായിട്ടിരിക്കുക. അനാവശ്യമായിട്ടുള്ള ടെൻഷനൊന്നും എടുത്ത് വെക്കേണ്ട. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ശരിയടാ, ടാറ്റാ.